സഞ്ജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജീവിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ചിലർ അങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയാണ് സഞ്ജീവ്. അപ്പോൾ ഞങ്ങളുടെ 2 കൊല്ലം സീനിയർ ആയിരുന്നു. എന്നാലും കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നത് ബാംഗ്ലൂരിലെ ടെക് ബാൻഡിൻ്റെ, നമ്മൾ അലുമിനി ചാപ്റ്ററിൻ്റെ അതിൻ്റെ പ്രവർത്തനമൊക്കെ അത് സംബന്ധിച്ചാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. അതിന് നമ്മളിങ്ങനെ മീറ്റപ്പ് ഒരു 200 പേര് 250 പേര് എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്ന ഒരു സമയത്താണ് സഞ്ജീവ് വരുന്നത്. പുള്ളി ഒറ്റ കൊല്ലം കൊണ്ട് ഒരു കോള് 10-20 കോൾ അവിടെ ഇവിടെയൊക്കെ അടിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു 400 പേരുടെ ഒരു ഇവൻ്റാക്കി മാറ്റിയത്. പിന്നെ അദ്ദേഹം പുള്ളി സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ നല്ല 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 കുറേ മെമ്മറീസ്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സഞ്ജീവിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് ഞാൻ തെറ്റിച്ച് പാടിയിരുന്നു, എൻ്റെ മുഖത്തൊരൊറ്റടി, എനിക്കൊന്ന് 2 അടിച്ചില്ലായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി എപ്പോഴും പറയും. അതിൻ്റെ സങ്കടം പുള്ളി പറയുന്നത് എന്ത് വേണേൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സഞ്ജീവ് മൊത്താണ്, സ്വത്താണ്. ഹലോ, ഞാൻ അനിലസ് ബാബു, 98 ECE ബാച്ച്. സഞ്ജീവൻ കുമാർ മാധവൻ എന്നുള്ള വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങൾ ജൂനിയറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ പാലക്കാട് നിന്നൊരു പയ്യൻ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ സഞ്ജീവിൻ്റെ. അപ്പോൾ അതിനുശേഷം അന്നത്തെ കാലത്ത് കോളേജിൽ നിലനിന്നിരുന്ന ഒരു സീനിയർ ജൂനിയർ എന്നുള്ള വ്യത്യാസങ്ങൾ മറികടന്നുകൊണ്ട് സഞ്ജീവ് വളരെ വേഗം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്തായി മാറുകയും യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാത്തിനും ഒരു സജീവ സാന്നിധ്യമായി വരികയും ചെയ്തു. പിന്നീട് ഞാൻ ഇത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി ജോലിയായി. കുറേ കാലം കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സഞ്ജീവ് എന്നെ വിളിക്കുന്നത് ടെക് ബാങ്കിൻ്റെ പരിപാടികളോട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുപോലെ സോഷ്യൽ മീഡിയ ഉപാധികൾ വളരെയധികം ഇല്ല. ഇൻ്റർനെറ്റ് ഓഫീസിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് പേഴ്സണൽ ഇൻ്റർനെറ്റ് ഇല്ല, മൊബൈലില്ല പലർക്കും, പിന്നെ ലാപ്ടോപ്പില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് സന്ദേശങ്ങൾ അയക്കാനായിട്ടുള്ള ആകെ ഉപാധി പറഞ്ഞാൽ ടെക് ബാങ്കിൻ്റെ ഒരു മെയിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ അയച്ചിട്ട് അതുവഴിയാണ് ഡിസ്കഷൻ നടന്നത്. പിന്നെ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഡിസൈഡ് ചെയ്ത് ഒരു സമയത്ത് മീറ്റ് ചെയ്യുക, അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുക കാര്യങ്ങൾ, എന്നിട്ടാണ് പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം അന്നത്തെ കാലത്ത് നിന്ന് ടെക് ബാങ്കിനെ ഇത്രത്തോളം വളർത്തിയതിൽ സഞ്ജീവിന് വളരെയധികം പങ്കുണ്ട്. ആ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. പിന്നീട് ടെക് ബാങ്കിൻ്റെയും അതുപോലെ അലൂമിനി സംബന്ധമായിട്ടുള്ള പരിപാടികളിലും പിന്നെ സ്പോർട്സ് ഇവൻറ്റുകളിൽ എല്ലാം സഞ്ജീവ് ഒരു നിറസാന്നിധ്യമാകുമായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തെ സൗഹൃദം വെച്ച് എനിക്ക് സഞ്ജീവിനെ പറ്റി ഓർക്കാനുള്ള വളരെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആള് നമ്മളുടെ ഇടയിൽ നമ്മുടെ കൂട്ടത്തിൽ ഇടപെടുന്ന എല്ലാവരുമായിട്ടും ഒരു ആത്മപ്രവർത്തിയും ഒരു വലുപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് ഒരു നല്ല സുഹൃത്തായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള എൻ്റെ ഒരു നല്ല സുഹൃത്തായ സഞ്ജീവിനും നിങ്ങൾ ഇപ്പോഴത്തെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നിങ്ങളുടെ ഈ ബാച്ചിനും അതുപോലെ ടെക് ബാങ്കിനും നമ്മളുടെ കോളേജ് അലുമിനി അസോസിയേഷനും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്കും അഭ്യുദയകാംക്ഷികൾക്കും എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഹായ്. സോ ജിതിനേട്ടൻ പറഞ്ഞൊരു 1000 നന്ദിയുടെ മുകളിൽ ഒരു 1001ാമത്തെ നന്ദിയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ആയുഷ്, ഞാൻ GC 2022 പാസ് ഔട്ടാണ്. അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ വന്നതിന് ശേഷം ഇവിടെ ഒരു ബാംഗ്ലൂർ അലുമിനി ഓർഗനൈസേഷൻ ഉണ്ട്, ടെക് ബാങ്ക് എന്നാണ് പേര്. അത് ആക്റ്റീവായിട്ട് കുറേ പരിപാടികൾ നടത്തുന്നുണ്ട്, ഫുട്ബോൾ ടൂർണമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അത് ജിതിനേട്ടൻ വഴിയാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം എല്ലാ ടൂർണമെൻറ്റിനും ഭാഗമായിട്ടുണ്ട്. അങ്ങനത്തെ അലുമിനി ഓർഗനൈസേഷൻ നടത്തുന്ന എല്ലാ ഫംഗ്ഷനും ഞാൻ അറ്റൻഡ് ചെയ്യാനും പോകാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ റെഗുലറായി കാണുന്ന ഒരു ആളാണ് ഓൾഡ് മങ്കിൻ്റെ ക്യാപ്റ്റനായ സഞ്ജീവേട്ടൻ. സോ എനിക്ക് പേഴ്സണലി എൻ്റെ താല്പര്യങ്ങളും ഫുട്ബോൾ കോച്ചിങ് ആയാലും അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺലി ഷെയർ ചെയ്യുന്നതാണ്. സഞ്ജീവേട്ടൻ അതിൽ ഒരുപാട് ആക്റ്റീവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും അത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ
എല്ലാവരും പരിപാടിയിൽ എനിക്ക് ടെക് ബാങ്കിലെ ഒരു സെൻട്രിക് ക്യാരക്ടറായിട്ട് തോന്നിയത്. ആ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ കൊണ്ടുപോകുന്നതിൽ എല്ലാവരെയും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആളാണ്. എല്ലാവർക്കും ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ് സഞ്ജീവേട്ടനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സഞ്ജീവേട്ടൻ്റെ അനുമോദന ചടങ്ങിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നൊരു പൊന്നാട അണിയിക്കുന്നു. അതല്ലാതെ നമ്മുടെ കോളേജിൽ GC ഫുട്ബോൾ ടീമിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലൊരു പരിപാടി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ സഞ്ജീവേട്ടൻ ഇത്രയും കാലം എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്, അതിൽ സഞ്ജീവേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റും സപ്പോർട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ഓൾ ലവ് ഫ്രം ബാംഗ്ലൂർ. Congratulations to the 99 batch for your 25th anniversary. My name is Vinay and from the 96 mechanical batch, and I'm a part of Tech Bang. I wanted to take this opportunity to express my sincere appreciation to Sanjeev's outstanding contribution to Tech Bang. His dedication and hard work has made significant impact on all the efforts that we are taking here at Bangalore. Sanjeev, you are exceptional at working and organizational skills has been key to success of all our events here, especially the ones related to sports. You have an incredible ability to connect with people, and this has greatly benefited Tech Bang. I cherish your Sumangali the most. Thank you for being such a wonderful friend and a colleague. Your contributions are sincerely appreciated. Thank you and have a blast. നമ്മുടെ സഞ്ജീവേട്ടനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക്കൊക്കെ വേണം. നമ്മുടെ ഈ ആവശ്യത്തിൽ പറയുന്ന പോലെ ഒരു രംഗണ്ണനാണ് സഞ്ജീവേട്ടൻ. സഞ്ജീവേട്ടൻ സംഭവം എല്ലാവർക്കും അറിയാം. പക്ഷേ സഞ്ജീവേട്ടൻ എങ്ങനെ സംഭവമായി എന്ന് അറിയണമെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിലെ ഓരോ GC-കാരോടും ചോദിക്കണം. എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ടോ. പണ്ട് മുതൽ സഞ്ജീവേട്ടൻ അങ്ങനെയായിരുന്നു. ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സമയത്ത് സഞ്ജീവേട്ടൻ അടിച്ച 6, ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സഞ്ജീവേട്ടൻ ഹാഫിൽ നിന്ന് അടിച്ച ഗോൾ. ഇതുപോലെ ഓരോ പിള്ളേർക്ക് ഓരോരോ കഥകൾ പറയണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, അനുഭവം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് നമ്മുടെ GC അലുമിനി ഡേയിനാണ് പുള്ളിനെ കാണുന്നത്. അപ്പോൾ പുള്ളി അതിനകത്ത് ഫുൾ ഓടി നടന്ന് സ്പോൺസർഷിപ്പ് ഒപ്പിക്കാനും അതുപോലെ ഫുൾ കാര്യങ്ങൾക്ക് ഓടി നടന്ന് എല്ലാവരെയും വെൽക്കം ചെയ്യാനും എല്ലാവരെ കൊണ്ടും കോർഡിനേറ്റ് ചെയ്ത് പണിയെടുപ്പിക്കാനും ആ ഒരു പാഷൻ അന്നൊരു എനിക്ക് തോന്നുന്നത് ഒരു 6-7 വർഷം മുമ്പ് പുള്ളി അന്ന് കണ്ട അതേ ആവേശം പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴായാലും നമ്മളൊരു ടൂർണമെൻറ്റ് നടത്തുകയാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഫ്രഷായിട്ട് പഠിച്ചിറങ്ങിയ പിള്ളേരെക്കാളും കൂടുതൽ ആവേശത്തിൽ സഞ്ജീവേട്ടൻ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സ്വയം തന്നെ നമുക്ക് തോന്നിപ്പോവും, അതായത് ഐ എം നോട്ട് ഡൂയിങ് ഗുഡ് ഇനഫ്. അപ്പോൾ പലപ്പോഴും ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ പരിപാടിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സഞ്ജീവേട്ടനൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയ്ക്കെങ്കിലും നമുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധമാണ്. അപ്പോൾ അതാണ് സഞ്ജീവേട്ടൻ നമുക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സീനിയർ രീതിയിൽ തോന്നിയിട്ടില്ല. നമുക്ക് പുള്ളീനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രോളാം, കളിയാക്കാം. പുള്ളി അത് സെൻസിലെടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഇത്രയും സീനിയറായിട്ട് പോലും നമുക്ക് പുള്ളീനായിട്ടൊരു എടാബോട ബന്ധം കീപ്പ് ചെയ്യാന്ന് പറയുന്നത് അതൊരു വളരെ എന്താ പറയുക ചുരുക്കം പേര് മാത്രമേ നമുക്ക് ആ ഒരു സ്പേസും ഫ്രീഡവും നമുക്ക് തരുള്ളൂ. അപ്പോൾ പുള്ളി അത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അതിന് പുള്ളി എല്ലാവരുടെ അടുത്തും ആ ഒരു രീതിയിലാണ് പുള്ളി നിൽക്കുക. അപ്പോൾ സഞ്ജീവേട്ടൻ വീണ്ടും പറയുന്ന പോലെ സഞ്ജീവേട്ടൻ മാസാണ്, സഞ്ജീവേട്ടൻ ഒരു സംഭവമാണ്. പിന്നെ എന്താ പറയുക, സഞ്ജീവേട്ടന് നമ്മളൊന്നും വിചാരിക്കാത്തേക്കാളും കൂടുതൽ കഴിവുകളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ചില സ്റ്റിൽ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലാണെന്ന് തോന്നിപ്പോവും. ആക്ടിങ്ങിനകത്തൊരു സംഭവമാണ്. സഞ്ജീവേട്ടൻ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സഞ്ജീവേട്ടൻ എഗെയിൻ നമ്മുടെ GC ബാംഗ്ലൂർ ചാപ്റ്ററിൻ്റെ ഒരു മുത്താണ്, ഒരു സംഭവമാണ്. താങ്ക് യു. Hi, this is Anil Warrior from 83-88 batch. I have known Sanjeev for over 10 years, and the amount of contribution he has done for the Bangalore chapter of the alumni has been excellent. Whether it is a football tournament or a cricket tournament or an annual day or any other activities for the alumni, Sanjeev is the number one guy, and no wonder that right from 1965 batch guys till the latest juniors, they all know him by his first name. Great job, Sanjeev, and keep up the great work. Thank you. All the best. സഞ്ജീവേട്ടൻ ഒരു പ്രസ്ഥാനമാണ്. ഒരു 10-20 സെക്കൻഡ് അടങ്ങുന്ന വീഡിയോയിൽ പറഞ്ഞ് ഒതുക്കാവുന്നത്ര കഴിവുകളോ കാര്യങ്ങളോ അല്ല ഒരു ശരാശരി GC-കാരന്, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലുള്ള ഒരു ശരാശരി GC-കാരന് സഞ്ജീവേട്ടനെ പറ്റി പറയാനുണ്ടാവുന്നത്.
ഹിരൺഭായ് എനിക്ക് തൊട്ട് മുന്നേ കാര്യങ്ങളെല്ലാം ഏറ്റു നല്ല വൃത്തിക്ക് പറഞ്ഞു തീർത്തുകൊണ്ട് അതിലുപരി ഞാനൊന്നും ചേർക്കുന്നില്ല. GECയുടെ വികാരം അതത്രയും ഉൾക്കൊണ്ട് തന്നെ എന്നും ഏതൊരു പരിപാടിക്കും മുന്നിലും മാക്സിമം പിന്തുണ തന്നുകൊണ്ട് സപ്പോർട്ടും ചെയ്ത് നമ്മുടെ സ്വന്തം സഞ്ജീവേട്ടന് 1000 നന്ദിയും അതിലുപരി സ്നേഹവും. Sanjeev is an amazing guy. I think Sanjeev ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിലത്തെ അലൂമിനി സെറ്റപ്പ് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. He's very always smiling and then attract people, I think. So whenever Sanjeev calls somebody, people just come. So we do our annual alumni meet. അതിന് തന്നെ ഒരു 100-150 ആൾക്കാർ വരും. പിന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റ്, മൈ ഗോഡ്, അത് ഒരു 100-300 ആൾക്കാർ ജസ്റ്റ് കം ഫ്രം ഐ ഡോണ്ട് നോ ഫ്രം നോവെയർ. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബിഗ് ഇവൻറ്റ്, 8-9 ടീംസ്, പിന്നെ ചിയർ ചെയ്യാൻ ആൾക്കാർ. ഇതെല്ലാം ജസ്റ്റ് സഞ്ജീവ് വിൽ സെൻഡ് എ മെസ്സേജ് ആൻഡ് പീപ്പിൾ ജസ്റ്റ് സ്റ്റാർട്ട് കമ്മിങ്. സോ Sanjeev, thank you. Keep doing it so that we can all rest and enjoy you doing it. So സഞ്ജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജീവ് is a highly regarded member of a Tech Bank alumni. So even though he has done a lot of things for the alumni, one thing stands out, which is the traction that he created amongst juniors through the lot of events like football tournament that he organized. And also on a personal front, Sanjeev is a go-to person for me always. അതിപ്പോൾ ഓഫീസിലത്തെ കാര്യങ്ങളായാലും മ്യൂസിക് ബാൻഡിൻ്റെ കാര്യങ്ങളായാലും സഞ്ജീവ് is always there to give us a hand and have fun together. So yeah, that's what it is. Thank you. Hi. I've known Sanjeev for more than a decade now. Found him to be a really energetic and sweet guy. He's been an integral part of Tech Bank for more than a decade. He's not just an individual player, a very good soccer player, but a great team player too. Wish him all the best on the 25th year get together. Sanjeev, you rock, man. Hello everyone, I am Anup from the 2011 batch. I met Sanjeev Etan almost 11 years back during a Bangalore alumni event, and since then for over a decade people have come and gone, but he has been a near constant driving force for Tech Bank. His commitment and passion in bringing GECians together on a single platform puts us younger folks to shame. We can only hope that 10-15 years from now we'll have the same energy that he brings to the table. Until then, you're just an inspiration and a role model for us all. Very grateful to have met someone like you. Thank you. Hi Sanjeev, thank you for everything you're doing for the Tech Bank and the Old Bank football team in Bangalore. You've been a tremendous person in terms of leading us for many tournaments, and apart from that, you've been the force behind the Tech Bank in Bangalore. I mean, anything in Tech Bank or anything else in Bangalore, you're the go-to person for us. And you've been keeping it alive through your sarcastic comments, your jokes, or all and all, doing everything for all of us. So a big thank you, and happy to be part of the Old Monk team. Yeah, wish you all the best. സഞ്ജീവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ടെക് ബാങ്കിൻ്റെ ഓരോ പ്രോഗ്രാമുകളിലേക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കോളേജിൽ വെച്ച് എനിക്ക് സഞ്ജീവിനെ അറിയില്ല. പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അവൻ ആരുമായിട്ടും ഇങ്ങനെ പെട്ടെന്ന് അടുക്കും. ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഹിന്ദി പാട്ടുകളൊക്കെ പാടും. ഓരോന്ന് വിട്ട് കഴിഞ്ഞാൽ ഗംഭീര പാട്ടുകളാണ്. മുഹമ്മദ് റാഫിയും ബർമനും ഒക്കെ അങ്ങനെ ഒഴുകി വരും. അടിപൊളി നർമ്മബോധമാണ്, ഭയങ്കര നമ്പറാണ്. പിന്നെ ജൂനിയറിലൊക്കെ ഒരു 8-10 ബാച്ച് വരെയുള്ള ഏതാണ്ട് എല്ലാവരെയും അവനറിയാം. അതുകൊണ്ട് ടെക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജീവ് ഒരു കീ റിസോഴ്സാണ്. അപ്പോൾ അവൻ സെക്രട്ടറി ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ മൊത്തം സംഘടനയെ ഒരു കൊണ്ടു നടക്കുന്ന ഒരാൾ അവനാണ്. ഞാൻ പിന്നെ ഗ്രേനഡിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എനിക്ക് ടെക്നോളജി ഒന്നും അങ്ങനെ അറിയില്ല, ഞാൻ ടെക്നോക്രാറ്റ് അല്ല എന്നൊക്കെ പറയുവെച്ചെങ്കിൽ പോലും അവൻ ബ്ലോക്ക് ചെയിനിൽ ഗംഭീരമായിട്ടൊരു കോഴ്സ് ഡെലിവറി ചെയ്തു. മൊത്തത്തിൽ ഒരു സംഭവമാണ് സഞ്ജീവ്. Hello everybody. Congratulations from the Bangalore chapter of Trichure Engineering College Alumni Association, Tech Bank. I, Venugopal, a senior member, Mechanical 69. I appreciate all those who are representing from Bangalore for this meet, more specifically Mr. Sanjeev, our vibrant secretary. Mr. Sanjeev and team are doing an excellent work in Bangalore chapter
in organizing meetings, in sports meet, or also in canvassing candidates for the membership. I request all the members from Bangalore to join Tech Bank, make it grow. My good luck to all. God bless. Thank you.